ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റ് റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് ഹൽവ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന ക്യാരറ്റ് അല്ല, ഇത് ഡൽഹി ക്യാരറ്റാണ്. ഇത് ഈ ഒരു സീസണിലാണ് ഈ ഒരു ക്യാരറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇതുപോലുള്ള ക്യാരറ്റും കൊണ്ട് തന്നെ ചെയ്യുക. ഒറിജിനൽ റെസിപ്പിക്ക് ഡൽഹി ക്യാരറ്റ് തന്നെയാണ് ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചില ക്യാരറ്റിന് അകത്തുള്ള ഈ ഒരു വെള്ള ഭാഗം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം അധികം എടുക്കണ്ട, റെഡ് കളർ മാത്രം എടുക്കുക. അപ്പോൾ ഇത് ഒന്ന് പീൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ക്യാരറ്റെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 കപ്പ് ഉണ്ട്. ഇനി ഇത് നമുക്ക് ക്യാരറ്റ് ഹൽവ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ഏലക്ക ചതച്ചതാണ്. ചതച്ചിട്ട് അതിൻ്റെ പുറന്തോട് മാറ്റിയിട്ടുണ്ട്, ഉള്ളിലത്തെ ഭാഗം മാത്രമാണ് അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരല്പം കുങ്കുമപ്പൂ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്യിൽ. ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇവിടെ ഒരു 10 മിനിറ്റ് ഞാൻ നന്നായിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ക്യാരറ്റ് ഇപ്പോൾ ഇട്ടതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ പാൽക്കോവ പാൽ വറ്റിച്ചെടുക്കുന്നതാണ്, അത് ചേർക്കാം. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരുണ്ട്. ഞാനിതൊന്നും ചേർക്കുന്നില്ല, പാല് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലർ ഇതിലേക്ക് കുറച്ചുകൂടെ പാല് കൂടുതൽ ചേർക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പാല് പിരിഞ്ഞ് കിടക്കുന്നത് പോലെ, വറ്റി വരുമ്പോൾ പിരിഞ്ഞ് കിടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ ഇത്രയും പാലാണ് ചേർക്കുന്നുള്ളൂ. ഇനി ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കരുത്. പാല് വറ്റുന്നതിൻ്റെ കൂടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പാല് വറ്റിച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇതുപോലെ പാട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ക്യാരറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ക്യാരറ്റിൻ്റെ കളർ ഒന്നുകൂടെ ഡാർക്കാവും, പിന്നെ കുറച്ചുകൂടെ ലൂസാവും. ഇനി അതും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഉണ്ടല്ലേ, ഈ ഒരു രീതിയിൽ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരയുടെ ആ ഒരു വെള്ളം കൂടെ വറ്റിച്ചെടുക്കാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും പഞ്ചസാര ചേർക്കരുത്. പാലിൻ്റെ കൂടെ പഞ്ചസാര ചേർത്താൽ പിന്നെ ക്യാരറ്റ് വേവാതെ വരും. അപ്പോൾ പാല് വറ്റി വന്നതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ചേർത്ത് നമ്മൾ അത് പിന്നെയും വറ്റിച്ചെടുക്കേണ്ടത്. ഇനി അതൊന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബദാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാരറ്റിന് 1 ടേബിൾ സ്പൂൺ നെയ്യുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 10 ബദാം സ്ലൈസ് ചെയ്തത് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബദാം മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇതൊന്നങ്ങ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ പഞ്ചസാര നന്നായിട്ടൊന്നങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന നെയ്യും ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വരട്ടിയെടുക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നെയ്യൊന്ന് തെളിയുന്ന രീതിയിൽ നമുക്ക് വരട്ടിയെടുക്കാം. ഞാൻ എൻ്റെ മേലിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി, ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയാണ്.
അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.